MLA ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന കേസ് ഇതാദ്യമായിട്ടല്ല എങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിന്റെ അത്രയും ശ്രദ്ധ പിടിച്ചു പറ്റിയ മറ്റൊരു കേസ് ഇതുവരെ ഉണ്ടായിട്ടില്ല. മാർക്ക് റേറ്റിംഗിൽ മുൻപിലെത്താൻ കോടികൾ കൈക്കൂലി നൽകിയ മരം കൊള്ളക്കാർ ചാനൽ മുതലാളിമാർ ആയതിൻ്റെ മാറ്റമാണ് ഈ കാണുന്നത്. ഏതായാലും ബലാത്സംഗ കേസിൽപ്പെട്ട് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ മുൻകൂർ ജാമ്യ അപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി അല്പസമയത്തിനകം പരിഗണിക്കാൻ പോവുകയാണ്. 16ാമത്തെ കേസായാണ് കോടതി ഇത് പരിഗണിക്കുന്നത്. ജാമ്യാപേക്ഷയിൽ വാദം അടച്ചിട്ട മുറിയിൽ കേൾക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ പ്രോസിക്യൂഷനും ഒരുപോലെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കോടതി തീരുമാനമെടുക്കാൻ പോവുകയാണ്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ പരാതികൾ കൂടുതൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ജാമ്യം നിഷേധിക്കാൻ തന്നെയാണ് സാധ്യത കൂടുതലുള്ളതും. അതുപോലെ തന്നെ അദ്ദേഹത്തിനെതിരെ കോൺഗ്രസ് പാർട്ടിയും വലിയ ഒരു നടപടിയിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ കോടതിയിലിരിക്കുന്ന പരാതിയിൽ ആണും പെണ്ണും രണ്ടും ഒന്നിനൊന്ന് കണക്കാണെങ്കിലും പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ രാഹുലിൻ്റെ പ്രവർത്തികൾ നല്ല സന്ദേശമല്ല സമൂഹത്തിന് നൽകുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുന്നു. മാത്രമല്ല, രാഹുലിന് ജാമ്യം നൽകുന്നതിനെ അതിശക്തമായി എതിർക്കാനാണ് പോലീസിൻ്റെയും തീരുമാനം. ഡിജിറ്റൽ തെളിവുകൾ അടക്കം അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കുകയാണ്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിലും മുദ്രവെച്ച കവറിൽ തെളിവുകൾ കോടതിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. പോലീസ് കേസെടുത്തതിന് തൊട്ടു പിന്നാലെ 7 ദിവസമായി രാഹുൽ മാങ്കൂട്ടം ഒളിവിലാണ്. ഇതിനിടെയാണ് മറ്റൊരു പെൺകുട്ടി കൂടി രാഹുലിനെതിരെ പീഡന പരാതിയുമായി KPCC നേതൃത്വത്തെ സമീപിച്ചിരിക്കുന്നത്. ഈ പരാതി കിട്ടിയ ഉടനെ ലൈംഗികതയുടെ തീവ്രത അളക്കാൻ വേണ്ടി കോലും കൊണ്ട് ബാലനെയും ശ്രീമതിയെയും അയച്ചതുപോലെ ചെയ്തില്ല KPCC നേതൃത്വം. അതിനു പകരം വളരെ മര്യാദയോടെ കേസുകളെല്ലാം അന്വേഷിക്കേണ്ടുന്ന പോലീസിന്റെ തലവൻ എന്നുള്ള നിലയിൽ ആ പരാതി DGPക്ക് കൈമാറുകയാണ് KPCC ചെയ്തത്. എന്നാൽ ഒരു പെൺകുട്ടിയുടെ പരാതി KPCCക്ക് നൽകുന്നതിനേക്കാളും ഉചിതം നേരിൽ കണ്ട് പരാതി നൽകാൻ പോലീസ് ആവശ്യപ്പെടുകയാണ്. ഇതിനുശേഷമാകും കേസെടുക്കുന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുക. ബലാത്സംഗം ഒരു തൊഴിലായി സ്വീകരിച്ചു എന്ന് ബോധ്യമാകുന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയെ കോൺഗ്രസ് ഹൈക്കമാൻഡിനി സംരക്ഷിക്കില്ല. രാഹുലിനെ എല്ലാ ബന്ധങ്ങളിൽ നിന്നും പുറത്താക്കുമെന്നാണ് വിവരം ലഭിക്കുന്നത്. ഇത് സംബന്ധിച്ച തീരുമാനം KPCC ശുപാർശയോടെ AICC കൈക്കൊള്ളാൻ പോവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കടുത്ത നടപടിയിൽ KPCCക്ക് ഉചിതമായ തീരുമാനമെടുക്കാമെന്ന ഒരു സന്ദേശം ഹൈക്കമാൻഡ് നൽകുകയും ചെയ്തിരിക്കുന്നു. രാഹുലിനെതിരെ ലഭിച്ച പരാതികളിൽ കേരളത്തിൻ്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയിൽ നിന്നും ഹൈക്കമാൻഡ് വിവരങ്ങൾ തേടിയിരിക്കുന്നു. MLAക്കെതിരായ പരാതികൾ ഗുരുതര സ്വഭാവമുള്ളതാണെന്ന് ദീപാദാസ് മുൻഷി നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നും ദീപാദാസ് മുൻഷി നേതൃത്വത്തെ വ്യക്തമായി ധരിപ്പിച്ചിട്ടുണ്ട്. ഇത് ആദ്യ പരാതി വന്ന സമയം തന്നെ വിശദമായ ഒരു റിപ്പോർട്ട് ദീപാദാസ് മുൻഷി നേതൃത്വത്തിന് നൽകിയിരുന്നു. അതിനെ തുടർന്നാണ് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റുകയും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും ഓടിക്കുകയും ഒക്കെ ചെയ്തത്. എന്നിട്ടും മനസ്സിലാകാത്ത തരത്തിൽ ബലാത്സംഗം ഒരു തൊഴിലായി തന്നെ കൊണ്ടു നടക്കുന്നു എന്ന് ബോധ്യമായി വരുന്നതോടെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇനിയും താങ്ങി നിർത്താനാകില്ല. കാരണം നൂറുകണക്കിന് തട്ടിപ്പിലും അഴിമതിയിലും പെട്ട് നാണം കെട്ടു നിൽക്കുന്ന പിണറായി വിജയനും CPMനും അതിനെല്ലാം പകരമായി ഈ രാഹുൽ മാങ്കൂട്ടം എന്ന ഒറ്റ വിഷയം മാത്രമാണ് മറയാക്കി വെച്ചിരിക്കുന്നത്. റിപ്പോർട്ടർ പോലെയുള്ള നൂറാംകിട ചാനലുകളുടെ സഹായത്തോടെ കോൺഗ്രസിനെ ഇല്ലാതാക്കുന്ന ഈ സമയത്ത് മാങ്കൂട്ടത്തിനെയും സംരക്ഷിച്ചു നിൽക്കാൻ ഇനി കോൺഗ്രസ് തയ്യാറാകില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഏതായാലും ഇന്ന് കോടതിയിൽ നിന്നായാലും പാർട്ടിയിൽ നിന്നായാലും മാങ്കൂട്ടം MLAക്ക് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് കാര്യങ്ങൾ.